കേബേജിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി കോൺഫ്ലവറും മൈദയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മളൊരു അരമണിക്കൂർ വെച്ച ശേഷം വറുത്ത് കോരുകയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരുക. ഇത് ചായക്ക് കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. പിന്നെ നമ്മളതിന് സോസ് തയ്യാറാക്കുകയാണ്. ഇത്തിരി സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് അതിലോട്ട് നമ്മളൊരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ്. സോയാ സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മളതിലോട്ട് ഇത്തിരി കോൺഫ്ലവറും കൂടി ചേർക്കുകയാണ് കേട്ടോ. കോൺഫ്ലവർ കൂടി ചേർക്കുമ്പോൾ ഇതൊന്നൊരു തിക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സ്വാദാണ് ഇങ്ങനെ കഴിക്കാൻ. ഇനി നമ്മളതിലോട്ട് ഇത്തിരി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മളതിലോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാബേജ് അതിലോട്ട് ഇടുകയാണ് കേട്ടോ.